3 മാസമായി. ഇപ്പോഴും ഇവർ രണ്ടും തമ്മിൽ കണ്ട കൊച്ചല്ലേ, അത് ചെറിയ ചെറിയ ഇച്ചിരി മുറിയിലോട്ടൊന്ന് കയറേ. അവിടെ ഒരു ഇച്ചിരി ഒന്ന് തുറന്നു വിടട്ടെ. ആ മക്കള് മുറിയിലോട്ടൊന്ന് കയറിയതേ. ആ അങ്ങ് കയറിപ്പോ. ആ പൂപ്പ ഒരിച്ചിരി തുറന്നു വിടട്ടെ. വാ മക്കളെ ഇച്ചിരി മുറിയിലോട്ടാക്കാം. പൂപ്പി വാ, ഇറങ്ങി ഇറങ്ങി. ആ വാ പൂപ്പി വാടി. വാ. ലിയോയും പൂപ്പിയായിട്ട് വിഷയമൊന്നുമില്ല. പിന്നെ അവന് വിഷയമുള്ളത് ലേയ്ക്ക് വഴക്ക് പറഞ്ഞാൽ പിന്നെ ലിയോയുടെ സ്വഭാവം മാറും, അത്രയേ ഉള്ളൂ. അപ്പം ഇവളെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇവള് സ്നേഹവും ഇഷ്ടമൊക്കെ ആണെങ്കിൽ ഭയങ്കര കാര്യമാണ് അല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. എടുക്കണോ എടുക്കണോ? ആ എടുക്കണോ മക്കളെ? ആ എടുക്കാം. അയ്യോ എടുക്കാം. ആ ഭയങ്കര കാര്യമാണ്. നേരെ മറിച്ച് അവളടുത്ത് എന്തടിയെന്ന് ചോദിച്ചാൽ പോടാന്ന് പറയും. ആ ഒരു സ്വഭാവമുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ആ പൂപ്പി ഇനി വാ, ഇരിക്കണേ അവിടെ, ഇരിക്കണേ അവിടെ. ഡേ ഇരിക്കാൻ പറഞ്ഞാ കേൾക്കൂലേ? എന്തൊരു കുഴപ്പം? ഇരിക്കണേ അവിടെ, ഇരിക്കണേ പാളി ഇവിടെ. ആ പറഞ്ഞാ കേൾക്കൂലേ? പറഞ്ഞാ കേൾക്കൂലേ? പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഒരടിയങ്ങ് വരും കേട്ടാ. ഒരടിയങ്ങ് വരും. അടി കേട്ടോ. ഒരു കമ്പെടുക്കട്ടെ, ഒരു കമ്പെടുത്തിട്ടെ. പറഞ്ഞ കേൾക്കില്ല, പറഞ്ഞ കേൾക്കില്ല, പറഞ്ഞ കേൾക്കില്ല. വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. നീ അവിടെ ഇരുന്നാ മതി കേട്ടാ. പറഞ്ഞാ കേൾക്കില്ലേ? പറഞ്ഞാ കേൾക്കില്ലെങ്കിൽ അവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞാ കേൾക്കില്ലേടി? കാര്യമൊക്കെ ശരിയുണ്ട്. ഇവിടെ എല്ലാവരും നല്ല അനുസരണ ഉണ്ടാവണം, പറയുന്നതൊക്കെ കേൾക്കണം. അങ്ങനെ ഇവിടെ സീനിയർ ആള്, ഉത്തരവാദിത്തപ്പെട്ട ആള്, അയാള് കാര്യങ്ങളെല്ലാം നോക്കിയോളും. കമ്പളി വാ. എടുക്കണോ? എടുക്കണോ? എടുക്കണോ?
ഇതാണ് ഇവിടുത്തെ മേളം. അപ്പം 3 പേരെയും കൂടെ അവരെ 3 പേരെയും കൂടെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ച ഒരു രക്ഷയില്ല. 3 പേരും കൂടെ ഇറങ്ങി കളിച്ചിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, കാണാനൊക്കെ നല്ല രസമായിരുന്നു 3 പേരും കൂടെ കളിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിലുള്ള പ്രശ്നം ഇതാണ്, ഇത്രയും കാലമായിട്ടും ഇവർ തമ്മിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ ഒന്ന് ലോഹ്യമാക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. ലേഖയെ സംബന്ധിച്ചിടത്തോളം ലേഖ ലോഹ്യ ആവത്തില്ല. അപ്പം പിന്നെ അവളുടെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പം പൂപ്പി പ്രശ്നം ഗുരുതരമാവുമെന്ന് കണ്ടിട്ട് ഇനി നേരെ കൂട്ടിലേക്കാണ്. അവള് കൂട്ടിൽ കയറി. ഇവിടെ ചോറെല്ലാം തട്ടി കളഞ്ഞ എൻ്റെ